വിശുദ്ധമായ ഖുർആൻ ഒരാൾക്ക് നമുക്ക് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ ഖുർആൻ ഓതുന്ന ആൾ പറഞ്ഞു കൊടുത്താലേ ശരിയാവുള്ളൂ. ഖുർആൻ ഓതുന്ന ഉസ്താദ് പഠിപ്പിക്കണ ഖുർആൻ ക്ലാസും ഖുർആൻ ഓതാത്ത ഉസ്താദ് പഠിപ്പിക്കണ ഖുർആൻ ക്ലാസും തമ്മിൽ വ്യത്യാസം ഉണ്ടാവും. ഖുർആൻ ഓതുന്നവനെ ഖുർആൻ പഠിപ്പിക്കാൻ കഴിയുള്ളൂ. സുന്നത്ത് നിസ്കരിക്കുന്നവനെ ഫർദ് നിസ്കരിക്കാൻ പറയാൻ കഴിയുള്ളൂ. ചില ആൾക്കാർ നിസ്കരിക്കണം എന്ന് പറഞ്ഞാൽ നമുക്ക് വേഗം മനസ്സ് തട്ടും. അതിനെന്താ കാരണം? അയാൾ സുന്നത്ത് ധാരാളം നിസ്കരിക്കുന്നുണ്ടാവും. ചില ആൾക്കാർ നോൻപ് എടുക്കണം എന്ന് പറഞ്ഞാൽ നമുക്ക് വേഗം മനസ്സ് തട്ടും. ജീവിതത്തിൽ നമ്മൾ കാണുന്ന ഒരു സംഗതിയാണല്ലോ, നിസ്കരിക്കുന്ന ആൾ പലിശക്ക് പൈസ കൊടുക്കുക. പലിശക്ക് പൈസ കൊടുക്കുന്ന ആള് സുബഹിക്ക് വരെ പള്ളിയിലുണ്ടാവും. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കാണുന്ന ഒരു അനുഭവമാണ്. നിസ്കരിക്കുന്നവൻ നോമ്പ് നോൽക്കാത്ത അവസ്ഥ, നോമ്പ് നോൽക്കുന്നവൻ നിസ്കരിക്കാത്ത അവസ്ഥ. സൽക്കാരത്തിനൊക്കെ പോകുമ്പോൾ റമദാൻ മാസത്തിൽ സൽക്കാരത്തിന് നോമ്പുകാർക്കൊക്കെ പോകുമ്പോൾ ഒപ്പൊക്കെ പോരും, നോമ്പൊക്കെ ഉണ്ടാവും. കാരക്കൊക്കെ തിന്ന് പച്ചവെള്ളമൊക്കെ കുടിച്ച് നോമ്പൊക്കെ തുറന്ന് എല്ലാവരും നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ പോയി പുറത്തേക്ക് ഇറങ്ങും. എന്നിട്ട് ഇങ്ങനെ ഒന്ന് ആദ്യമൊക്കെ ഇങ്ങനെ കറങ്ങിയിട്ട് പിന്നെ അവസാനം ചായ കുടിക്കാനാകുമ്പോൾ കടന്നെ വരും. ഒറിജിനൽ നോമ്പുകാരനാ, നല്ല നോമ്പൊക്കെ ഉണ്ട്, നോമ്പ് തുറന്നു, ഓനെ നിസ്കരിക്കാൻ തോന്നുന്നില്ല. എന്താ കാരണം? അവനെ എന്താണ് സ്വാധീനിച്ചിരിക്കുന്നത്? അർഹതയില്ലാത്ത ആളുകൾ പ്രസംഗിച്ചാൽ ഓപ്പോസിറ്റാ മനസ്സിലാകുക. ഒരു അർഹതയില്ലാത്ത ഒരാൾ തൗബയെ കുറിച്ച് സംസാരിച്ചാൽ കേൾക്കുന്നവർക്ക് തെറ്റിയണമെന്നാണ് മനസ്സിലാകുക. ശൈത്താന്റെ അടുത്ത് കുറേ പ്രഭാഷണ വിഷയങ്ങളുണ്ട്. മുമ്പ് ഭയങ്കര വായതാണ്, നല്ലോണം വായ പറയും, നല്ല ദായിയാന്ന് നമുക്ക് തോന്നുന്നത്. ശൈത്താനെ ഭയങ്കര ദാവത്തായിരിക്കും. ശൈത്താന്റെ പദ്ധതി എന്താ വെച്ചാൽ നമ്മളെല്ലാവരും ശൈത്താന്റെ ആളുകളാവണം എന്ന് അവന് ആഗ്രഹമൊന്നുമില്ല. അള്ളാന്റെ ആളാകരുത് എന്നേ ആഗ്രഹമുള്ളൂ. വേറെ ആരുടെയാലും കുഴപ്പമില്ല. നമ്മൾ കരുതിയ എന്താ വെച്ചാൽ ശൈത്താൻ ഓന ആളുണ്ടാക്കുക എന്നാണ്. അങ്ങനെയല്ല, അള്ളാഹ്ക്ക് ആളില്ലാതൊക്കെ. അള്ളാഹുവിന് ആളുകൾ ഉണ്ടാവരുത്, അത്രേ ലക്ഷ്യമുള്ളൂ. വേറെ എന്തിലേക്ക് തിരിഞ്ഞാലും ഓനെ അതൊരു കുഴപ്പമില്ല. ഇങ്ങനെയാണ് അവന്റെ പ്രവർത്തനങ്ങൾ. അപ്പോൾ അള്ളാഹുവിന് നേരെ എതിരിലായി അവൻ സദാസമയവും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മൾ പലപ്പോഴും അറിഞ്ഞും അറിയാതെയും അതിൽപ്പെട്ടു പോകുന്നു. സുന്നത്തുകളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് ബന്ധപ്പെടുത്തുന്നതിന് പകരം മറ്റു പലരിലേക്കും ബന്ധപ്പെടുത്തുന്ന ഒരവസ്ഥ നമ്മളിലും വരുന്നു. നല്ലൊരു സുന്നത്ത് കണ്ടിട്ട് ആ സുന്നത്ത് ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ നബി തങ്ങളിലേക്കല്ലാതെ അത് മറ്റു പലരിലേക്കും ബന്ധപ്പെടുത്താൻ പലപ്പോഴും ശ്രമിക്കാറുണ്ട്. ഭക്ഷണത്തിലെ സുന്നത്ത് ഉദാഹരണം. ഭക്ഷണത്തിലെ പല സുന്നത്തുകളും ശരിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് ബന്ധപ്പെടുത്തുമ്പോഴാണ് അത് ദഅവത്തും അത് ശരിയുമാകുന്നത്. പുണ്യനബിയുടെ സുന്നത്താണ് എന്ന അർത്ഥത്തിലാണ്. പക്ഷെ അത് നമ്മൾ വേറെ പലരിലേക്കും ബന്ധപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്നു. യാത്രയുടെ സുന്നത്തുകൾ മറ്റു പലരിലേക്കും ബന്ധപ്പെടുത്താൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. സലാം പറയുന്നതിന്റെ സുന്നത്ത്, വസ്ത്രധാരണയുടെ സുന്നത്ത്, ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് ബന്ധപ്പെടുത്തുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ദഅവത്തായി മാറുന്നത്.